ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 700 മീറ്റർ ദൂരെ കിഴക്കേ നടയിലാണ് മഞ്ജുളാൽ. റോഡിന് നടുവിൽ തറകെട്ടി സംരക്ഷിച്ചിട്ടുള്ള ആലിനു മുന്നിൽ കിഴക്ക് നിന്നെത്തുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്യും വിധം ചിറക് വിരിച്ച് കൊക്ക് ചരിച്ചു പിടിച്ചു നിൽക്കുന്ന ഗരുഡന്റെ പ്രതിമയുണ്ട്. ഗുരുവായൂരിൻ്റെ മുഖമുദ്രയാണ് മഞ്ജുളാലും ഗരുഡനും. ഈ ആൽമരത്തിന് എങ്ങനെ ഈ പേര് വന്നു എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. മഞ്ജുള എന്ന പേരുള്ളൊരു വാരസ് കുട്ടി മാല കൊട്ടി ഭഗവാന് ചാർത്താനായിട്ട് കൊണ്ടുവന്നു. അന്നേരം പൂജ കഴിഞ്ഞതുകൊണ്ട് തിരുമേനി നടയടച്ചിരുന്നു. നടയടച്ചതുകൊണ്ട് മാല ഇനിയിന്ന് ചാർത്തില്ല എന്ന് മഞ്ജുളയുടെ അടുത്ത് പറഞ്ഞു. അത് മഞ്ജുള വിഷമമായിട്ട് മനസ്സിൽ കരുതി മനസ്താപിച്ചിരിക്കുമ്പോഴാണ് പൂന്താനം കണ്ടത്. പൂന്താനം അതുവഴി വന്ന് സമാധാനിപ്പിച്ച് മഞ്ജുളയോട് ഇന്ന ദിക്കിൽ കല്ലിൽ കൊണ്ട് ചാർത്തിക്കൊള്ളൂ മാല എന്ന് അരുളിപ്പാടുണ്ടായി. അതേപോലെ കല്ലിൽ വന്ന് ചാർത്തി. പിറ്റേന്ന് നിർമ്മാല്യത്തിന് മേൽശാന്തി മാലകൾ അഴിച്ചെടുക്കുമ്പോൾ എത്ര മാറ്റിയിട്ടും ഒരു മാല മാത്രം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ അവശേഷിച്ചു. ഇതറിഞ്ഞ പൂന്താനം തലേന്ന് മഞ്ജുള ചാർത്തിയ മാലയെപ്പറ്റി വിവരിച്ചു. ആൽച്ചുവട്ടിലെ മാല എടുത്തു മാറ്റിയതോടെ വിഗ്രഹത്തിലെ മാലയും അഴിഞ്ഞു വീണു. മഞ്ജുള ചാർത്തിയ മാല ഭഗവാൻ സ്വീകരിച്ചു എന്ന് ഭക്തർക്ക് മനസ്സിലായി. തുടർന്ന് ഈ ആൽമരം മഞ്ജുളാൽ എന്ന പേരിൽ അറിയപ്പെട്ടു. മഞ്ജുളാൽ തറ നവീകരണത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന ഗരുഡ പ്രതിമ മാറ്റി സ്ഥാപിച്ചു. മഞ്ജുളാലിന് മുന്നിൽ ഗുരുവായൂരിൻ്റെ മുഖമുദ്രയായി അരനൂറ്റാണ്ടിലേറെയായി ചിറകുവിരിച്ച് നിന്നിരുന്ന ഗരുഡശില്പമായിരുന്നു അത്. മുമ്പുണ്ടായിരുന്ന സിമന്റ് ശില്പത്തിന് പകരം അതേ വലിപ്പത്തിലുള്ള വെങ്കല ശില്പമാണ് ഇപ്പോൾ പുതിയതായി സ്ഥാപിച്ചത്.